കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രമായ കൈപ്പൂരിക്കര സബ് സെന്ററിനെ ജനകീയ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റി. ആരോഗ്യരംഗത്ത് മികച്ച സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കാരിന്റെ 100 ദിന പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് കൈപ്പൂരിക്കര സബ് സെന്ററിനെ ജനകീയ ആരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയിരിക്കുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസ്രത്ത് ഹാരിസ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ അധ്യക്ഷത വഹിച്ചു. വാഴക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൈപ്പൂരിക്കര സബ് സെൻറ്റർ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരമായിട്ട് ഉയർത്തുന്ന ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അതിൻ്റെ പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവിടെ നടന്നു കഴിഞ്ഞു. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മാറമ്പള്ളി ഹെൽത്ത് സെൻ്ററിലേക്ക് പോകാതെ തന്നെ ഇവിടെ അവർക്ക് ആവശ്യമുള്ള ചികിത്സകൾ ലഭിക്കുന്നതാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ചാലക്കുടി MP ബെന്നി ബെഹ്നാൻ മുഖ്യ അതിഥിയായി. ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനിത റഹീം, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അൻവർ അലി, വാഴക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെജീന ഹൈദ്രോസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അബ്ദുൽ അസീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനിത ഷിജു, പഞ്ചായത്ത് മെമ്പർമാരായ ഷുക്കൂർ പാലത്തിങ്കൽ, വിജയലക്ഷ്മി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വാഴക്കുളം പഞ്ചായത്ത് മെമ്പർ നൌഫി കരീം നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ കൈപ്പൂരിക്കര ഹെൽത്ത് സെൻറ്റർ ജനകീയ ആരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവരും മാറമ്പള്ളി ഹോസ്പിറ്റലിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടറെ കൂടി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം.